വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ ദിലീപിനെതിരെ ഒരു കൂട്ടം പേർ രംഗത്തെത്തിയിട്ടുണ്ട്. എത്രയൊക്കെ വെള്ള പൂശാൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ ഏൽക്കില്ലെന്നാണ് ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. ദിലീപിന്റേതായി പുറത്തെത്താറുള്ള വാർത്തകളിലെല്ലാം ഇവരുടെ പ്രതിഷേധം കാണാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോടതി, വക്കീൽ, പോലീസ് എന്നിങ്ങനെയായിരിക്കുകയാണ് ദിലീപ്. മികച്ച ചിത്രങ്ങൾ പോലും താരത്തിന്റേതായി പുറത്തെത്തിയിരുന്നില്ല. കേസിൽ നിന്നും രക്ഷപ്പെടാൻ ദിലീപ് തന്റെ വീട് തന്നെ ഒരു കോടതിയാക്കിയിരിക്കുകയാണ്. കേസിനും ആവശ്യങ്ങൾക്കുമായി പോലീസുകാരും വക്കീലന്മാരും പത്മസരോവരം എന്ന വീട്ടിലേക്ക് സ്ഥിരം എത്തുക തന്നെ പതിവാണ്. ഇതിൽ നിന്നെല്ലാം കുടുംബത്തെ മാറ്റി നിർത്താനാണ് തന്റെ ഇളയ മകളെയും കാവ്യയെയും കൊണ്ട് ദിലീപ് ചെന്നൈയിലേക്ക് താമസം മാറിയതെന്നും പറയപ്പെടുന്നുണ്ട്. മൂത്ത മകൾ മീനാക്ഷി അവിടെയാണ് MBBS പഠിക്കുന്നത്. കൊച്ചിയിൽ നടി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതിജീവിതയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. അന്വേഷണത്തിന് ഉത്തരവിടരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ജില്ലാ ജഡ്ജി വസ്തുത എന്തെന്ന് അന്വേഷിക്കണം. ആവശ്യമെങ്കിൽ പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ സഹായം തേടാം. പരാതിയുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം. കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് നടൻ ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി. ഹർജി ജസ്റ്റിസ് P. ഗോപിനാഥ് 18-ന് പരിഗണിക്കാൻ മാറ്റി. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപ് ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹർജി നൽകിയത്. എന്നാൽ വിചാരണ കോടതി 259 പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞെന്നും ഇനി വിസ്തരിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരെ താൻ സ്വാധീനിക്കുന്നുവെന്നും കരുതാൻ ന്യായമില്ലെന്നും ദിലീപ് വ്യക്തമാക്കി.